ബേബിച്ചാൻ്റെ മകൻ രാജൻ ജോസഫാണ് ഉപഹാരം എന്നൊരു സിനിമ എടുത്തത്, ഞാനാണ് ഡയറക്റ്റ് ചെയ്തത്. അതിന് മുമ്പ് ബേബിച്ചാനോട് അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് വിട്ടുപോകാതെ പറയുക. അപ്പോൾ കൂടുതൽ ഷൂട്ടിങ് ഈ വീട്ടിൽ ഉപഹാരത്തിൻ്റെ ഷൂട്ടിങ് അവിടെ ആയിരുന്നു. നമ്മുടെ വളഞ്ഞമ്പലം, എറണാകുളത്ത് വളഞ്ഞമ്പലത്തിൻ്റെ അടുത്താണ്, അവിടെയാണ് വീട്. ആ വീടിന് മുമ്പിൽ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലുമായി 2 സ്തൂപങ്ങളൊക്കെ ഉണ്ട്. ആ വീടിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് കണ്ടാൽ നമുക്ക് അറിയാം ബേബിച്ചാൻ്റെ വീടാണ്. പിന്നെ ഈ അവർക്ക് രാജന് ഒരു ഡ്രൈ ക്ലീൻ കടയുണ്ടായിരുന്നു, ജോസ് ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ജയനൊക്കെ വന്നു പോകുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, അവിടെ ശാപമോക്ഷം എന്ന പടത്തിൽ ജയസി സാറാണ് അദ്ദേഹത്തിന് ജയനെന്ന പേര് മാറ്റിയത്. അല്ല, അത് ബേബിച്ചാന പറഞ്ഞൂടെ ഇപ്പം. അത് ആരെന്ത് പറഞ്ഞാലും അവനെ ഖണ്ഡിക്കാൻ പോവില്ല. അതാണ് ആ മനുഷ്യന്റെ ക്വാളിറ്റി. ഞാനാണ് വെച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, പറയില്ല തർക്കിക്കാൻ നിൽക്കുന്നില്ല. മാത്രം ഇനി വേർന്ന് വെക്കണോ ശരടി, ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ കാലത്ത് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന അഭിനയിക്കുന്ന ആളിനെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു മഹാമനസ്കത ബേബിച്ചാനിൽ നമ്മൾ കണ്ടുപഠിക്കണം. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നല്ല പെർഫോം ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ചെയ്യണത് നിൽക്കുള്ളൂ. അല്ലാതെ അദ്ദേഹം ഒരു ഡമ്മിയായിട്ട് നിന്നാലോ, ഞാൻ എന്തുവാ പരാക്രമം കാണിച്ചാലും അതെയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ അതെനിക്ക് അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ കൂട്ടുളങ്കിളി എന്നൊരു സിനിമയിൽ ബേബിച്ചാൻ രാമൻ നായർ എന്നൊരു രാഷ്ട്രീയ നേതാവ്, മമ്മൂട്ടി RDO ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് രാഷ്ട്രീയക്കാരന്മാർക്ക് എന്തും പ്രകടിപ്പിക്കാമല്ലോ. അതിന് എനിക്ക് ബേബിച്ചാൻ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കൂട്ടുളങ്കിളിൽ വിജയ മൂവീസാണ് എടുത്തത്, ഞാൻ ചക്കരമ്മയ്ക്ക് ശേഷം. അപ്പോൾ കണയൻ, ഈ എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസിലാണ് ഇത്. അങ്ങനെ മമ്മൂട്ടിയുമായിട്ട് പുള്ളിയോട്ട് ഒരു വാഗ്വാദമുണ്ട്. ആ ചോദ്യോത്തരങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ പുള്ളിയാണ് കേരളം കണ്ടുപിടിച്ച മാതിരി ആ ബേബിച്ചാൻ്റെ ഒരു പെർഫോമൻസ്. ഇതിനകത്ത് അതിൽ ബലാത്സംഗം പറ്റാമെന്നല്ലോ, ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് അപ്പം മമ്മൂട്ടിക്ക് തിരിച്ച് ഡയലോഗ് പറയാം, പക്ഷെ പറയില്ല. അപ്പം അതിന് ശേഷം മമ്മൂട്ടിയെ പറ്റി പറയുകയാണ്, എൻ്റെ പൊന്നു സാജ, മമ്മൂട്ടിയുടെ ചില സൈലൻ്റ് നോട്ടം ഉണ്ടല്ലോ, അപ്പം എനിക്കങ്ങോട്ട് കത്തി ജ്വലിക്കാൻ തോന്നുവാണ്, ആവശ്യം കൊള്ളുവാണ്. സത്യമായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് ആക്ടർ സൈലൻ്റ് റിയാക്ഷൻ ആയാലും മമ്മൂട്ടിയുടെ സൈലൻ്റ് റിയാക്ഷന് ഭയങ്കരമായിട്ട് പോഴ്ത്തി പറഞ്ഞ് കൂട്ടുകളെ കണ്ടോ, എപ്പോഴെങ്കിലും ഓർത്തു നോക്കൂ. അതുപോലെ ആ കാലത്തുള്ള നെല്ലിക്കോട് ഭാസ്കരേട്ടനെ പറ്റി ഉമാരോജി താമസിക്കുകയാണ് അല്ലേ, സ്വാമി ലോഡ്ജിൽ. ഭാസ്കരേട്ടനെ പറ്റി, ഭാസ്കരേട്ടൻ പഴയ നാടകനാണ്, അറിയാം നെല്ലിക്കോട് ഭാസ്കരൻ. പിന്നെ അപ്പം അദ്ദേഹത്തെ പറ്റി, ശങ്കരാടി ചേട്ടനെ പറ്റി. ശങ്കരാടി ചേട്ടൻ അപ്പുറത്തുണ്ട്. ഇത് ഈ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ആരും പരസ്പരം ഇത്രയും ബഹുമാനത്തോടെ സ്നേഹത്തോടെ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇനിമേലാണെങ്കിൽ ശത്രുത എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കൊടും ശത്രുതയാണ്. ഈ അവസരത്തിൽ നമുക്ക് എറണാകുളംകാരൻ അല്ലെങ്കിൽ ജോസ് പ്രകാശ് സാറിന്റെ ഒക്കെ ഒരുപാട് ഒപ്പം കാണുകയും പരിചയപ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ, തിരക്കഥാകൃത്ത്, നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള SN സ്വാമി സാർ ജോസ് പ്രകാശ് സാറിനെ ഓർക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുമാർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അവസാനം ഒന്നും ഇല്ലാത്തവരായി പോയിട്ടുണ്ട്. ജോസ് പ്രകാശ് അങ്ങനെയല്ല. തൻ്റെ ജോലി, അതിൽ നിന്നുള്ള സമ്പാദ്യം അദ്ദേഹം കൃത്യമായി മുടക്കി മക്കൾക്ക് വേണ്ടി അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചു. അതുകൊണ്ട് അവരിന്ന് വളരെ പ്രോസ്പെറിറ്റിയിലാണ് ജോസിന്റെ മക്കൾ രണ്ടുപേരും. അപ്പോൾ ഈ ജോസ് പ്രകാശിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സിനിമയിലെ വില്ലനോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ പോട്ടെ, പക്ഷെ ജീവിതത്തിൽ അദ്ദേഹം ശരിക്കും നല്ല ഹീറോ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ ഈ പറയണ പോലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ ഓർക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ബേബിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ്. കാരണം വെച്ചാൽ അതിന് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ സ്ലാങ്ങും ബോഡി ലാംഗ്വേജും ഇതൊക്കെയാണ്. ജോസ് പ്രകാശിനെ ആരും മറക്കില്ല അങ്ങനെ വരും. അപ്പൊ ഈ ഒരുപാട് പേർക്ക് അദ്ദേഹം എക്സാമ്പിൾ ആവേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളും അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പ്രവർത്തികളാകേണ്ടതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ല. അപ്പോൾ ഉപഹാരം ഷൂട്ടിങ് ബേബിച്ചാൻ്റെ വീട്ടിലാണ്. മകനാണ് പ്രൊഡ്യൂസർ, പ്രകാശ് മൂവി ടോൺ. അപ്പോൾ ഊണ് നമുക്ക് പ്രൊഡക്ഷനിൽ നല്ല ചാപ്പാടാണ് അവിടെ രാജൻ അറിയുന്നത്, ബെസ്റ്റ് ഫുഡാണ്. എങ്കിലും ബേബിച്ചായനുണ്ടെങ്കിൽ ബേബിച്ചായനും ഞാനും പിന്നെ രാജൻ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് മിക്കവാറും പ്രൊഡക്ഷൻ ചാപ്പാടാക്കി മേടിക്കുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. അപ്പോഴായി ഞാൻ പറഞ്ഞ് മുളകിട്ട മീൻകറി ഉണ്ടല്ലോ കോട്ടയംകാരുടെ, എന്നാ സ്വാദാണ് അത്. സത്യം പറഞ്ഞാൽ എന്നാന്നുള്ളത് ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്. എന്നിട്ട് പോലും അച്ചായനെ കുറിച്ച് ഓർത്തപ്പം എനിക്ക് എന്നാ സ്വാദാ ഇത് പറഞ്ഞാൽ നേരത്തെ പുള്ളി പറഞ്ഞ മാതിരി അമ്മച്ചിര ഫുഡ് അത് നല്ല കുക്കായിരുന്നു ചേച്ചി.